വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ചേകന്നൂർ പാലപ്രക്കാട് മേഖലയിലെ കുന്നിടിച്ച് വ്യാപകമായി മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. പാലപ്ര മുതൽ കാലഞ്ചാടി കുന്നുവരെയാണ് മണ്ണെടുപ്പ് നടക്കുന്നത്. പാരിസ്ഥിതിക പഠനം നടത്തി മാത്രമേ മണ്ണെടുപ്പ് നടത്താവൂ എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്ന് ഇന്നും മണ്ണെടുക്കാൻ ശ്രമിച്ചത് ജനങ്ങൾ വീണ്ടും സംഘടിച്ചെത്തി തടഞ്ഞു. ചേകന്നൂരിൽ ദിവസങ്ങളായി നടക്കുന്ന കുന്നിടിക്കൽ മൂലം പ്രദേശം അനുഭവിക്കുന്നത് വലിയ ദുരിതം. വലിയൊരു കുന്നിലെ മരങ്ങളെല്ലാം കടപുഴക്കിയെറിഞ്ഞ് ഒന്നാകെ നിരപ്പാക്കിയിട്ടുണ്ട്. മണ്ണ് കൊണ്ടുപോകുന്ന പാതയുടെ ദൃശ്യം പോലും പ്രദേശവാസികളെ ഞെട്ടിച്ചു. മണ്ണും പൊടിയും നിറഞ്ഞുകിടക്കുന്ന പാതയിലൂടെ നടക്കാൻ പോലും ആവാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. പ്രദേശത്തിന്റെ സമാധാനമില്ലാതാക്കിയും ജലസ്രോതസ്സുകളെ പോലും ഇല്ലാതാക്കും വിധവും നടക്കുന്ന മണ്ണെടുപ്പ് ഇനി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് റവന്യൂ അധികാരികൾ ചൊവ്വാഴ്ച നാട്ടുകാരുടെയും സ്ഥലമുടമകളുടെയും മണ്ണെടുപ്പുകാരുടെയും യോഗം വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ എത്തിക്കാനും പാരിസ്ഥിതിക പഠനം നടത്തി മാത്രം മണ്ണെടുപ്പിന് അനുവാദം നൽകാനുമാണ് തീരുമാനം. പ്രത്യേക ആവശ്യമൊന്നും കാണിക്കാതെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്ന് 2500 ലോഡ് മണ്ണെടുക്കാനുള്ള അനുവാദം പുത്തനത്താണിയിലെ മണ്ണ് മാഫിയ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിനായി വാങ്ങിയിട്ടിരുന്ന സ്ഥലത്തിനടുത്തുനിന്നാണ് നിലവിലെ മണ്ണെടുപ്പ്. പാരിസ്ഥിതികാഘാത പഠനം നടത്താതെ ഒരിടത്തുനിന്നും മണ്ണെടുക്കരുതെന്ന് ചൂരൽമല ദുരന്തത്തിന് ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പോലും പാലിക്കാതെയാണ് ചേകന്നൂരിൽ മണ്ണെടുക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കലക്ടർ, RDO, വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കും സമർപ്പിച്ചിട്ടുണ്ട്. ശ്രീജ പാറയ്ക്കൽ, S. സുജിത്, PK രാമചന്ദ്രൻ, K. സുബ്രഹ്മണ്യൻ, KP മോഹനൻ എന്നിവരാണ് നാട്ടുകാർക്കായി ചർച്ചയിൽ പങ്കെടുത്തത്. NCV ന്യൂസ്, എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.